ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർത്ഥിലെ ടൂറിസ്റ്റ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്നാൽ ഒരുപാട് ചർച്ചയ്ക്കൊന്നും വിധേയമായിട്ടില്ല. ഇനിയായിരിക്കും അത് വലിയ ചർച്ചയായി മാറുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 2-3 വീഡിയോസ് മാത്രമാണ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത് കേട്ടോ. ഒരു പ്രവാസിയായ അച്ഛൻ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞു നാട്ടിലെത്തി തൻ്റെ ഭാര്യയോടും മക്കളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അച്ഛൻ. നേരെ ചെറിയ ഫുഡ് പോലും ഈ അച്ഛന് ഈ മക്കൾ കൊടുക്കുന്നില്ല. അതിൽ പറയുന്നുണ്ട്, മോൻ MBA-കാരനാണ്, മോൾ MSc-കാരിയാണ്, ഭാര്യയുണ്ട്. തൻ്റെ സ്വത്തുക്കളും താൻ പ്രവാസ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത സ്വത്തുക്കൾ മുഴുവൻ ഭാര്യയുടെ മക്കളുടെ പേരിൽ എഴുതി കൊടുത്തതിന് ശേഷം ഇദ്ദേഹത്തിന് ആ വീട്ടിൽ ഒരു വിലയുമില്ല. ഇദ്ദേഹം അവോയ്ഡ് ചെയ്യപ്പെടുകയാണ്. അവോയ്ഡ് ചെയ്യപ്പെടുകയാണെന്ന് പറഞ്ഞാൽ നേരെ ചെറിയ ഫുഡ് പോലും കൊടുക്കുന്നില്ല. അതിന് കൂടെ ശാരീരിക അതിക്രമങ്ങളും ഉണ്ട് എന്ന് തോന്നുന്നു. അച്ഛൻ പറയുന്നില്ല, പ്രദേശവാസികളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് ആ അച്ഛൻ്റെ ആ ഇൻസിഡന്റ്, അച്ഛൻ പറയുന്ന ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം. ഓക്കെ. ആരുമില്ലായിരുന്ന സമയത്ത് ചൂട് വെള്ളം ഉണ്ടാക്കി ഇങ്ങനെ കൈ തട്ടി മുട്ടി വീണ്. ചികിത്സിക്കാനൊന്നും പോയില്ലേ? ചികിത്സിക്കാൻ പോയി. വലിയ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. 5 ദിവസം കൊണ്ട് കാണിക്കുന്നു. വേറെ അസുഖമുണ്ടോ? എനിക്ക് ശ്വാസം മുട്ടുണ്ട്, കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന്റെ ഇതുണ്ട്, ഈ സ്തംഭിതം പോലെ ഉണ്ട്. അല്ല, മാവന് മക്കളെ നോക്കുന്നില്ലേ? ഒറ്റ പണിക്കളെ നോക്കല്ല. ഞാനുള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗർഭിപ്പോയി ഉണ്ടാക്കി. ഇപ്പോഴത്തെ മക്കളൊക്കെ കളഞ്ഞിട്ട് പോയി. ഇന്നും അതുപോലെ അപ്പുറം ഉള്ളവരൊക്കെയാണ് ഇവരൊക്കെ. ഇവർ പോലും തിരിഞ്ഞു നോക്കാൻ വയ്യ. 3-ാമത്തെ ഒരു അനിയനുണ്ടായിരുന്നു. മെനിയാന്ന് വന്നിട്ട് 2 ദോശ ഉണ്ടെന്ന് പാദം പിടിച്ചു വെച്ച് ദൂരെ പറഞ്ഞ് ഒരു ഗതിയില്ല. ഭക്ഷണം കൊണ്ട് തരാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനും സമ്മതിക്കില്ല. അന്ന് വലിച്ചു വെള്ളി ഇറങ്ങിയിട്ട് ഇത്രയും വിളിച്ചു. കണ്ടല്ലോ നിങ്ങൾ, കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ഛനോട് ആ അവതാരക ചോദിക്കുന്നുണ്ട് എന്താണ് കാലിൽ പറ്റിയത്. പുള്ളി അടർന്നിരിക്കുന്നു. അത് കാണാൻ നമുക്ക് നോക്കാൻ പോലും തോന്നില്ല കേട്ടോ. അതിലോട്ട് ആ അച്ഛനോട് ചോദിക്കുന്ന സമയത്ത്, ഞാൻ വെള്ളം തിളപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ എൻ്റെ കൈ തട്ടി എൻ്റെ പുറത്തൂടെ വീണയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു അയൽക്കാരൻ, ഇത് അങ്ങനെയല്ല സംഭവിച്ചത്, ഇത് ഇദ്ദേഹത്തിനെ ഭാര്യ ഉറങ്ങിക്കിടന്ന സമയത്ത് ചെയ്തതാണ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, മൊഴി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോഴും അച്ഛൻ അടുത്ത് ചോദിക്കുന്നു, ആരാ അച്ഛൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ ഉറക്കമായിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ അച്ഛനൊരു മോശപ്പെട്ട ആളായിരുന്നു എങ്കിൽ, അദ്ദേഹത്തിന് കൈകൊണ്ട് പറ്റിയതായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഇതെൻ്റെ ഭാര്യയും മക്കളും ചെയ്തതാണ് എന്ന് പറയായിരുന്നു. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, ഒരു ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരുപാട് കമൻസുകൾ ഇങ്ങനെ കണ്ടു. ഈ അച്ഛൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാമോ, അയാൾ മോശപ്പെട്ട ആളാണോ എന്ന് അറിയാമോ എന്നൊക്കെ. പക്ഷെ അയാളൊരു മോശപ്പെട്ട ആളായിരുന്നെങ്കിൽ തൻ്റെ ഭാര്യയുടെയും മക്കളെയും ചുമ്മാതെ ആരോപിക്കാമായിരുന്നില്ലേ അങ്ങനെ സംഭവിച്ചാണെന്ന്. പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, തൊട്ട് മുമ്പത്തെ ഒരു ക്ലിപ്പിംഗ് നമ്മൾ കാണുന്നുണ്ട്, ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തട്ടി എറിയുന്നതും ആ ഒരു തെറി പറയുന്നതുമായിട്ടുള്ള സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഒരു അച്ഛനെ കുറിച്ച് ഈ സഹോദരൻ, ഇദ്ദേഹത്തിന് ഫുഡ് കൊടുക്കാൻ വന്ന സഹോദരൻ പറയുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ട്, അതുകൊണ്ട് അത് കണ്ടിട്ട് വരാം. അപ്പൊ ഒരു മനുഷ്യന്റെ അവസ്ഥ വായിൽ വെച്ചുകൊണ്ട് തട്ടിക്കളയും. വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മൈക്രോഫോണിൽ വന്ന വീഡിയോ എടുത്തില്ലെങ്കിൽ അവസാനം പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ അടിയുണ്ടാക്കിയിട്ട് വന്നു. ചാച്ചിയെ കാണിച്ച്, ചാച്ചി ഇവിടെ മാറ്റം പുറത്തുള്ള രീതിയിൽ ചാച്ചിയെ കാണിച്ച്, ചാച്ചി അറിയണം ഇതാണ് അവസ്ഥ എന്നുള്ളത്. അതല്ല, ഈ അവസ്ഥയിൽ ചാച്ചി വെളിയിൽ പോകാക്കൂല. അങ്ങനെ അറിയാല്ല, വെളിയിൽ പോകാക്കാതെ ഒരു മനുഷ്യന് ഇച്ചിരി ഫുഡ് കൊണ്ട് കൊടുത്താൽ പറഞ്ഞാൽ ഫുഡ് ഇവിടെ കൊടുക്കാൻ ഒക്കൂല. അതാണ്ട് ഈ ഇവിടെ ഇവിടെ വന്നാൽ ഞാൻ കൈ വരെ കഴിയോ ചോദിച്ചു നോക്കിയാൽ മതി. കൈയെല്ലാം വെള്ളം ചോദിച്ചാൽ പറയാം ഇവിടെ വെള്ളമൊന്നുമില്ല. നിങ്ങൾ കണ്ടല്ലോ, അതിൽ ആ സഹോദരൻ പറയുന്നുണ്ട്, ഫുഡ് കൊണ്ട് കൊടുത്ത സമയത്ത് അവർ കളയുന്നതിനെ കുറിച്ചും കൈ കഴുകാനായിട്ട് അച്ഛനിച്ച് വാരി കൊടുത്തു. അപ്പം അത് കൈ കഴുകാനായിട്ട് തുള്ളി വെള്ളമില്ലാതെ പ്രദേശവാസികളുടെ വീട്ടിൽ വന്നിട്ടാണ് കൈ കഴുകിയെന്നൊക്കെ പറഞ്ഞത്. എന്തൊരു കാലഘട്ടമാണ് അല്ലേ! എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ചുറ്റുവട്ടവും.
നമ്മുടെ പണ്ട് കാലത്തും അച്ഛനും അമ്മമാരില്ലേ, പ്രായമാവത്തില്ലേ? എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ ഒരു 60 വയസ്സാകുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒക്കെ മരണം എന്ന് പറയുന്നതിലേക്ക് പോവുകയാണ്. പക്ഷെ പണ്ടൊക്കെ 105, 106, 110 വയസ്സുള്ള അമ്മമ്മമാര് വരെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പം നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അമ്മ വരെ ഉണ്ടായിരുന്ന കാലഘട്ടം വരെ ഉണ്ട്. ഇപ്പം എൻ്റെ പൊടിമോള് ഉണ്ട്, അപ്പം അവളുടെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ആ ഒരു ജനറേഷനുണ്ട്. ഇപ്പം ഈ അത്ര ഒരു ജനറേഷൻ, 3-4 ജനറേഷൻ വരെ നമുക്കിപ്പോൾ ഉണ്ട്. അപ്പം ഇതിന് മുമ്പത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിലും ഒരു അടി കൂടെ മുന്നിലുള്ള ജനറേഷൻ വരെ ജീവനുണ്ടായിരുന്നു. അവരുടെ ജീവിത ദൈർഘ്യം കൂടുതലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആഹാര രീതി, നമ്മുടെ ജീവിതശൈലി, രോഗങ്ങളും ഒക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർ മരണത്തിന് കീഴടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അന്നത്തേതിൽ നിന്നും എന്തുമാത്രം വൃദ്ധസദനങ്ങളാണ് അനുദിനം കൂടുന്നത്. എനിക്ക് തോന്നുന്നു പെട്ടിക്കടകൾ പോലെയുണ്ട് ഇപ്പോൾ വൃദ്ധസദനങ്ങൾ. കൊല്ലം ജില്ല തന്നെ എടുത്താൽ എത്ര എണ്ണം ഉണ്ടെന്നറിയോ? ഓരോ ജില്ലയിലും, ഞാൻ എൻ്റെ ജില്ല കൊല്ലം ആയതുകൊണ്ട് പറയാണ്. അങ്ങനെ പത്തനാപുരം ഗാന്ധി ഭവനുണ്ട്, സ്നേഹാലയമുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം അതിനൊക്കെ ബ്രാഞ്ചുകൾ വരെ ഉണ്ട്. ഇപ്പോൾ ഒരു സെന്ററിന്റെ തന്നെ ബ്രാഞ്ചുകൾ വരെ പലതായിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണ്? മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ കഴിയുന്നില്ല. എന്താണ് കാര്യം? തിരക്ക് പിടിച്ച ജീവിതങ്ങളാണോ കാരണം? അവർക്ക് ഒരു തരത്തിലും. എന്നാൽ ഈ മക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞായിരുന്ന സമയത്ത് ഈ തങ്ങളെ ഇഴഞ്ഞു നടക്കുന്ന സമയത്തും, അല്ലെങ്കിൽ വളരെ പിച്ച വെക്കുന്ന കാലഘട്ടം വരെ, അല്ലെങ്കിൽ പിച്ച വെച്ച് നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മളെ എല്ലാം സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ നിന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അല്ലേ? അവർക്കന്ന് സമയമില്ല, നിങ്ങൾ ആരെങ്കിലും നോക്കട്ടെ പറഞ്ഞാൽ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോയിരുന്നെങ്കിലോ? അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ആർക്കും ഇപ്പം അവരവരുടെ അച്ഛനമ്മമാരെ നോക്കാൻ വയ്യ. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു ബാധ്യതയാണ്. അവർ ചെയ്യുന്നത് കുറ്റം, എടുക്കുന്നത് കുറ്റം, വിൽക്കുന്നത് കുറ്റം, എല്ലാം കുറ്റം. നമ്മൾ പഠിക്കുന്നുണ്ട്, എനിക്കൊന്ന് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ചൈൽഡ്ഹുഡാണ് ഈ ഒരു ഏജ് മാറുന്ന സമയത്ത്. അതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് എങ്ങനെയൊക്കെയാണോ ദേഷ്യം വരുന്നത് അതേപോലെയുള്ള എല്ലാ ദേഷ്യങ്ങളും ആര് കാണിക്കും? ഈ മാതാപിതാക്കൾ, പ്രായമായി വരുന്ന മാതാപിതാക്കൾ കാണിക്കും. കണ്ടിട്ടില്ലേ, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് പല്ലില്ല. അതുപോലെ നമ്മൾ ആ ഒരു പ്രായത്തിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പല്ലുകളൊക്കെ നഷ്ടപ്പെട്ട് നമുക്ക് എഴുന്നേറ്റ്, നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ആരുടെയും സഹായം വേണം. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പ്രായമാകുമ്പോഴും പോകുന്നത്. അതാണ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന ആ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ വാരിപ്പറക്കിയിട്ട് അടിച്ച് ബഹളം വെച്ച് അവരെ ഇറക്കി വിട്ട് അവരെ കൊണ്ട് വേറെ എവിടെയെങ്കിലും ഇല്ലല്ലോ. പിന്നെന്താണ് നമ്മുടെ മാതാപിതാക്കൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ആകുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ചെയ്യുന്നത്? അത് ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം കേട്ടോ. നമ്മളെങ്കിലും ഈ വീഡിയോ കാണുന്ന ഒരു 10 പേരെങ്കിൽ 10 പേര് സ്വന്തം മാതാപിതാക്കളെ നന്നായി നോക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ വീഡിയോസ്, നമ്മുടെ പോലുള്ള ചാനലുകളിലെ വീഡിയോസ് ഒന്നും ഒരുപാട് ആളുകൾ കാണാനോ വ്യൂസ് ഒന്നും ലഭിക്കാനോ പോകുന്നില്ല. ഒരു മെസ്സേജ് പോലെ ഞാൻ പറയാണ്. പണ്ടൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കുമെന്ന്. പക്ഷെ നാളെ ഈ പച്ചിലയുടെ ഗതിയും പഴുത്ത് താഴെ വീഴാനാണെന്ന് ആരും ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു കഥ ഉണ്ട്. ആ കഥയിൽ ഒരു കുഞ്ഞ്, ആ വീട്ടിലെ അച്ഛനും അമ്മ, അവരുടെ ഒരു പ്രായമായ അച്ഛനുണ്ട്. അപ്പോൾ ആ അച്ഛന് ഒരു കുമ്പിള് കെട്ടി അതിനകത്ത് കഞ്ഞി കൊടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ അച്ഛൻ, ആ വീട്ടിലെ വൃദ്ധ അച്ഛനെടുത്ത് ജനലിൽ കൂടെ അത് പുറത്ത് കളയുമ്പോൾ അത് കൊണ്ടുപോയി കഴുകി, ആ വീട്ടിലെ കുഞ്ഞ് അത് കൊണ്ടുപോയി കഴുകി ഉണക്കി പറക്കി വെക്കുന്നു. ഇത് കണ്ട് അച്ഛൻ ക്യൂരിയോസിറ്റിയോട് ചോദിച്ചു, എന്തിനാണ് മോനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നാളെ അച്ഛൻ ഇതുപോലെ ആയില്ലേ, അപ്പോൾ അച്ഛനെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാത്രം എടുത്ത് വെക്കുന്നതെന്ന്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയും. അപ്പോൾ ഈ ഒരു ചിന്ത, ഇപ്പം ആ കുഞ്ഞ് ഈ ഒരു ഇതിലൂടെ പറയുന്നത്, നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നിങ്ങൾ 60 വയസ്സാവുന്ന സമയത്താണ് അച്ഛനമ്മമാരോട് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ 45 വയസ്സാവുമ്പോൾ നിങ്ങളോട് കാണിക്കും. മനസ്സിലായോ? നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ മുന്നിൽ നല്ലത് മാത്രം കാണിച്ച് വളർത്തിയെടുക്കുക. തൻ്റെ അച്ഛനമ്മമാരെ നന്നായി സ്നേഹിച്ച് വളർത്തുന്നത് ഈ കുഞ്ഞു മക്കൾ കണ്ടാൽ തൻ്റെ അച്ഛനെയും അമ്മയും അതിലും ഒരുപടി ഉയർത്തി അവർ നോക്കും. നമ്മൾ പരാതി പറയോ, എൻ്റെ മോനെന്നെ നോക്കുന്നില്ല, അപ്പോൾ നമ്മൾ തിരിച്ച് ചിന്തിക്കണം, കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്വന്തം മാതാപിതാക്കളെ നമ്മൾ നോക്കിയിരുന്നോ എന്ന്. അത് അങ്ങനെ ചെയ്യാത്ത നമുക്കത് പറയാനുള്ള അർഹത ഇല്ല. ഓക്കെ, ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. ആ അച്ഛൻ പ്രവാസ ജീവിതം നയിച്ചു നാട്ടിലെത്തിയപ്പോൾ പൈസ ഉള്ളവരെ മാത്രം മതി ഇന്നത്തെ കാലഘട്ടത്തിൽ, അത് ഷുവറാണ്. തിരിച്ചൊന്നുമില്ലാതെ വന്നപ്പോൾ ബാധ്യതയെ എങ്ങനെയും ഒഴിവാക്കണം. ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ കാണിക്കുമ്പോൾ അദ്ദേഹം സ്വയമേ ഇറങ്ങി പോകുന്നതായിരിക്കും. പക്ഷെ അതൊരു വല്ലാത്തൊരു, എന്താ പറയേണ്ടത്, നമുക്ക് അതിനെ പറയാനൊരു വാക്കുകളില്ല.
ഈ ഒരു വാർത്ത എന്നെ വളരെയധികം വേദനിപ്പിച്ചു കേട്ടോ. കാര്യം എനിക്കും 2 മക്കളുണ്ട്, എനിക്കും മാതാപിതാക്കളുണ്ട്, അച്ഛനും അമ്മയുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, ഈ ഒരു വാർത്ത കണ്ട സമയത്ത് ഞാൻ ആലോചിക്കും, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെയല്ലേ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത്. അപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെയാണോ സ്നേഹം കാണിക്കുന്നത് അതുപോലെ ആയിരിക്കത്തില്ലേ നാളെ എൻ്റെ മക്കൾ ഞങ്ങളോട് കാണിക്കുന്നത്. ഈ സ്വത്തും പണവും ഒന്നും അല്ല കേട്ടോ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് കരുതി വെക്കേണ്ടത്. ഒരുപിടി നല്ല സ്നേഹവും നല്ല സ്വഭാവവുമായിരിക്കണം. ഒരുപാട് സ്വത്തുക്കളൊക്കെ കരുതി വെച്ചിട്ടൊന്നും നമുക്കൊരു കാര്യവുമില്ല. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇതൊന്നും വലിച്ചു നീട്ടില്ല, പറയാൻ പറ്റുന്നില്ല. പറയുമ്പോൾ മനസ്സിനുള്ളിൽ നിന്ന് ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ പുറത്തോട്ട് വരുന്നില്ല. കാര്യം നമ്മളും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മുടെ അവസ്ഥ എന്താകുമെന്നൊരു ചിന്ത സത്യം പറഞ്ഞാൽ മനസ്സിലുണ്ട് കേട്ടോ. കാര്യം ഇതൊക്കെ കാണുമ്പോൾ സ്വന്തം വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് വന്നിട്ട് പോലും ഇത്രയും സ്വത്തും പണമെല്ലാം സ്വന്തം മക്കളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് പോലും അദ്ദേഹത്തെ നോക്കാൻ ആരും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മളൊന്നും സമ്പാദിച്ച് വെക്കുകയോ ഒന്നും ആർക്ക് കൊടുക്കുകയോ ചെയ്യുന്നില്ല. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നാളെ? ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 2025 ഇതാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇനി വരുന്ന തലമുറയൊക്കെ വളർന്നു വരുന്ന സമയത്ത് മോസ്റ്റ് മോഡേൺ യുഗമായിട്ട് വരികയാണ്. അപ്പോൾ എന്തായിരിക്കും ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ? എനിക്കൊന്ന് റോബോട്ടുകളായിരിക്കും മിക്കവാറും എല്ലാം, മനുഷ്യരൊക്കെ കുറവായിരിക്കും. അപ്പം ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ കാണുന്ന 10 പേരെങ്കിലും തങ്ങളുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ അവരെങ്ങനെയാണോ പരിചരിച്ചിരുന്നത് അതുപോലെ തിരിച്ച് ചെയ്യാനൊരു അവസരമാണ് നമുക്ക് അവരുടെ വാർദ്ധക്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളും നാളെ വാർദ്ധക്യത്തിലേക്ക് എത്തപ്പെടുമെന്നും നമ്മളെയും ആരെങ്കിലും നോക്കാൻ ഉണ്ടാകണമെന്നും നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം. ഈ ഒരു അച്ഛന് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ അച്ഛനെ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഏതെങ്കിലും മന്ദിരങ്ങളിൽ അഭയ കേന്ദ്രങ്ങളിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അച്ഛനോട് വളരെയധികം ഒരു ദയനീയ അവസ്ഥ തോന്നുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ആ ഒരു പൊള്ളൽ എന്ന് പറയുന്ന സംഭവത്തിനെ തൻ്റെ കൈകൊണ്ട് പറ്റിയതാണ് എന്നൊരൊറ്റ ആ ഒരു ക്ലിപ്പിംഗ് ഉണ്ടല്ലോ, ആ ഒരു വോയിസ് മാത്രം മതി. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും തൻ്റെ മക്കളും ഭാര്യയും തന്നോട് എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 10 ദിവസമായി ആഹാരം കിട്ടിയിട്ട് ഇനിയും കിടന്നാൽ ചിലപ്പോൾ മരണത്തിലേക്ക് പോകുമെന്നുള്ള പേടികൊണ്ടായിരിക്കണം അദ്ദേഹം ഇത് പുറത്തു വന്നത്. ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്ന ആ ചാനലുകാരോട് ഞാൻ ഒരുപാട് എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ എല്ലാവരും അവരവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക. അവരെ നോക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കി കളയാതിരിക്കുക. നമുക്ക് നാളെ വാർദ്ധക്യം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരെ കാണിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. വളരെ ബോറാവുകയാണെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.